നമസ്കാരം. വ്യാജ പീഡന പരാതി എങ്ങനെ ഇരിക്കുന്നു? പീഡിപ്പിച്ചു എന്ന് വ്യാജ പരാതി കൊടുത്ത് കുറെ പയ്യന്മാരകത്താക്കാം എന്നൊക്കെയാണ് ചില പെണ്ണുങ്ങളെ വിചാരിച്ചിരിക്കുന്നത്. അതിപ്പം പ്രായപൂർത്തിയായാലും പ്രായപൂർത്തിയായില്ലെങ്കിലും ഇതൊക്കെ പറയാൻ കൊള്ളാമല്ലോ. പയ്യന്മാരെ പറക്കാൻ നടക്കും. പയ്യന്മാര് പറയുന്ന കാര്യങ്ങളൊന്നും നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു വ്യാജ പരാതി അങ്ങ് കൊടുത്താൽ മതി. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പറയുന്നവർക്കൊക്കെ പറയാം. ആ പോലീസ് പോയി ഒരു വീട്ടിൽ പോയി ഒരു പയ്യനെ പിടിച്ചോണ്ട് വരുമ്പോഴേ ആ വീട്ടുകാർക്കും ആ പയ്യനൊക്കെ എന്ത് അപമാനമാണെന്നുള്ള കാര്യം ഓർക്കണം. ഇതെല്ലാം ഇവക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇവക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു സോറി എന്നും പറഞ്ഞിട്ട് കഥയില്ല. പയ്യന്മാരെ പറക്കാൻ നടന്നിട്ട് പയ്യന്മാര് കെട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പയ്യന്മാര് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ള വ്യാജ പരാതി കൊടുത്ത് പയ്യന്മാരെ എല്ലാം മോശക്കാരാക്കാനാണ് നീയൊക്കെ വിചാരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് എന്റെ പൊന്ന് പോലീസിലെ സാറന്മാരെ, ഇതേപോലെ വ്യാജ പരാതികൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഈ പരാതി തരണ എവിടെയൊക്കെ തന്നെ കൊണ്ടുപോയി ആദ്യം മെഡിക്കൽ എടുക്കണം, പരിശോധന നടത്തണം. പയ്യന്മാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ പയ്യന്മാരെ വീടുകളിൽ ചെന്ന് പയ്യന്മാരെ പിടിക്കാൻ പാടുള്ളൂ. ആ നാട്ടുകാർ മുഴുവനും ഇതറിയാണ്. നിന്റെ മോൻ ഇന്നലെ പോലീസിന് പിടിച്ചോണ്ട് പോകാണ്ടല്ല നിന്റെ മോനെ. ഏത് പരാതി? പീഡന പരാതി. മോശമല്ലേ കുടുംബത്തിന്? പിന്നീടല്ലേ അറിയുള്ളൂ അവര് നിരപരാധിയാണെന്ന്. അതറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ ആൾക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ ഒന്ന് കണ്ണി കണ്ടാൽ മതി. അവൻ നിരപരാധിയാണെങ്കിലും അവൻ കുറ്റക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന നാടാണ്. അവൻ നിരപരാധിയാണെന്നുള്ള കാര്യം അവനെ അറിയാവൂ. പക്ഷേ ഈ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പം ആ നാട്ടിലുള്ളവരെല്ലാം തിരക്കുമ്പോൾ അവൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസാണെന്ന് പറയും. പിന്നീട് അവര് നിരപരാധിയാണെന്നുള്ള കാര്യമൊന്നും ഇവരാരും തിരക്കില്ല. അങ്ങനെയുള്ള കാലമാണ്. അതുകൊണ്ട് നിരപരാധികളെ ആരും ശിക്ഷിക്കരുത്. നിരപരാധികളെ പേരിന് കേസും കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ കേസ് കൊടുത്തിട്ട് നിനക്കൊക്കെ എന്ത് നേടാനാണ്? ആൺപിള്ളേരുടെ മാനം പോവും, അത്രേ ഉള്ളൂ. കുറ്റം ചെയ്തവർ ശിക്ഷിക്കട്ടെ. കുറ്റം ചെയ്യാത്ത നിരപരാധികളെ ഇങ്ങനെയൊന്നും പറഞ്ഞ് കള്ളക്കേസിൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമസ്കാരം.